പരിശുദ്ധമായ റമളാനിൻ്റെ 17-ാം രാവ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ റമളാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു ദിനമാണ് ബദർ ദിനം. ബദരീങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന് സമർപ്പിച്ച സംഭാവനകൾ, അതാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഈ മുസ്ലിം നാമധാരികളായി നിൽക്കാനും പരിശുദ്ധ ദീനിൻ്റെ അഹ്ലുകാരാകാനും ഒക്കെ കാരണമായത്. എന്താണ് ബദർ? ബദറിനെ സ്മരിക്കണ്ടേ? ബദരീങ്ങളെ സ്മരിക്കണ്ടേ? ഇന്നത്തെ വീഡിയോ നമുക്ക് അങ്ങനെ ആക്കിയാലോ? നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും നല്ല അത്താണിയാണ് എന്ന്, ഏറ്റവും വലിയ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമാണ് എന്ന് മഹത്തുക്കൾ പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മഹാന്മാരായ അസ്ഹാബുൽ ബദർ, ബദരീങ്ങൾ, അവരെ സംബന്ധിച്ചൊന്ന് പറയാം. ആ ബദറിൻ്റെ പശ്ചാത്തലമൊന്ന് പറയാം. സുദീർഘമായ ഒരു ചരിത്ര സംഭവമാണ്, പശ്ചാത്തലമാണ്. പക്ഷേ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലായിടത്തും ഒന്ന് ചെറുതായി ടച്ച് ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. വീഡിയോ മുഴുവനും കേൾക്കണേ, പഠിച്ചു വെക്കണേ. അള്ളാഹു നമ്മെ ആ ബദരീങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ ചേർത്ത് തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കബൂലാക്കട്ടെ. വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്യട്ടെ. നമ്മുടെ നോമ്പുകൾ, നിസ്കാരങ്ങൾ, മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അഅ്മാലുകളിൽ ചേർത്ത് തരുമാറാകട്ടെ. വിശുദ്ധമായ റമളാനിൻ്റെ 17-ാം രാവ്. നമുക്കറിയാം, 17-ാം രാവിന് വലിയ പ്രത്യേകത കൽപ്പിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. എന്തേ കാരണം? ദീനുൽ ഇസ്ലാം ഈ ഭൂമിയിൽ നിലനിൽക്കാൻ, ഈ പരിശുദ്ധമായ ഇസ്ലാം നിലനിൽക്കാൻ ത്യാഗം ചെയ്ത ഒരു പറ്റം സ്വഹാബത്ത്, ഒരു പറ്റം ആളുകൾ, അവരുടെ സംഭവ ബഹുലമായ ഒരു ചരിത്രം അരങ്ങേറിയ പവിത്രമായ ദിവസമാണ് പരിശുദ്ധമായ റമളാനിൻ്റെ 17. അല്ലേ? ബദർ ദിനം നടന്ന ദിവസം. ബദർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരാണ്. എന്തേ കാരണം? കാരണം ആ ബദരീങ്ങളെ കൊണ്ടാണ് നമുക്ക് ഇന്ന് ഞാനൊരു മുജീബുർ റഹ്മാനായിട്ടും അല്ലെങ്കിൽ ഒരു അബ്ദുറഹ്മാനായിട്ടും ഒരു സൈനബയായിട്ടും ഫാത്തിമയായിട്ടും ഒക്കെ നിലകൊള്ളാനുള്ള കാരണം ആ അസ്ഹാബുൽ ബദരീങ്ങൾ അന്ന് അവരുടെ രക്തവും അതുപോലെ സമയവും ഒക്കെ ചെലവഴിച്ചതിൻ്റെ പേരിലാണ്. അള്ളാഹുവിൻ്റെ തബറക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. അതിലൊന്നാമനാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള മഹത്തുക്കളായ സ്വഹാബത്ത് മുഴുവൻ അണിനിരന്ന ബദറിൻ്റെ രംഗം നോക്ക് നിങ്ങൾ. അള്ളാഹുവേ, ഞങ്ങളെ ആ ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ചേർത്ത് തരണേ അല്ലാഹ്. ബദർ ഉണ്ടാകാനുള്ള പശ്ചാത്തലമൊക്കെ സുദീർഘമായ ചരിത്രമാണ്. നമ്മളൊക്കെ ഈ കഥാപ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും ബദറിൻ്റെ ആ ചരിത്രം, അല്ലേ? എപ്പോഴാണ്, എങ്ങനെയാണ് ബദർ ഉണ്ടായത്? മക്ക എന്ന വലിയൊരു രാജ്യത്ത് സ്വന്തം ജീവിക്കാൻ പറ്റാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുയായികളായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ മദീനയിലേക്ക് പലായനം ചെയ്തു. മദീനയിലേക്ക് പോയി അവിടെ ദീൻ അവർ പ്രചരിപ്പിക്കുകയും അതുപോലെ ദീൻ അനുസരിച്ച് ജീവിക്കുകയും മുസ്ലിമീങ്ങൾ കൂടുകയും ചെയ്യുന്നതൊക്കെ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ശത്രുക്കളുടെ ഉപദ്രവം എവിടേക്കും അധികരിക്കാൻ തുടങ്ങി, മദീനയിലേക്കും ചെല്ലാൻ തുടങ്ങി. മക്കയിലെ മുശ്രിക്കീങ്ങൾ മദീനയിൽ പോയും അവരെ ബുദ്ധിമുട്ടാക്കാനും ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ കാലങ്ങളിങ്ങനെ പോവുകയാണ്. ഹിജ്റയുടെ 2-ാം വർഷം, ഹിജ്റ 2-ാം വർഷം, ബദർ അരങ്ങേറുന്നത്, ബദർ നടക്കുന്നത് ഹിജ്റയുടെ 2-ാം വർഷമാണ്. മക്കയിൽ നിന്നും ഈ മുഅ്മിനീങ്ങൾ പാരായണം ചെയ്ത് പോയി 2-ാമത്തെ കൊല്ലമാണ്, 2-ാമത്തെ റമളാനിലാണ് എന്ത് നടക്കുന്നത്? ബദർ നടക്കുന്നത്. ഈ റമളാൻ അടുപ്പിച്ച് എന്ത് ചെയ്തു? അബൂ സുഫിയാനും കൂട്ടരും. അബൂ സുഫിയാൻ പിന്നീട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, റളിയല്ലാഹു അൻഹു, സ്വഹാബിയായി. ആ കാലഘട്ടത്തിൽ ശത്രുപക്ഷത്താണുള്ളത്. അബൂ സുഫിയാനും സംഘവും ഈ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ മുഅ്മിനീങ്ങളായ സ്വഹാബത്തിൻ്റെ നാട്ടിൽ ശേഷിച്ചിരുന്ന സ്വത്തുകളും മറ്റുമൊക്കെ മുശ്രിക്കീങ്ങൾ കൊള്ളയടിച്ചിരുന്നു, അവർ പിടിച്ചെടുത്തിരുന്നു. എന്നിട്ട് അതുമായി എന്ത് ചെയ്തു? ആ മുതലുമായിട്ട് കച്ചവടത്തിന് ഷാമിലേക്ക് പോയി. എന്ത് ചെയ്തു? പോയ വാർത്ത ആരറിഞ്ഞു? ഹബീബായ നബി തങ്ങളും കൂട്ടരും അറിഞ്ഞു. അങ്ങനെ നബി തങ്ങൾ എന്ത് ചെയ്തു? സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അബൂ സുഫിയാനും സംഘവും കച്ചവടത്തിന് പോയിട്ടുണ്ട്. അവർ തിരിച്ചു വരുന്ന വഴി നമ്മുടെ കയ്യിൽ നിന്നും കൊള്ളയടിച്ച ഈ മുതൽ കൊണ്ടാണല്ലോ അവർ പോയി കച്ചവടം നടത്തുന്നത്. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്, നമ്മളുടെ മുതലാണ്. നമുക്ക് എന്ത് ചെയ്യണം? അവരുടെ തിരിച്ചു വാങ്ങണം, പിടിച്ചു വാങ്ങണം, നമ്മളുടെ മുതലാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? കുറച്ച് ആളുകൾ എൻ്റെ കൂടെ എന്ത് ചെയ്യുക? വരിക, നമുക്ക് ഒന്നിച്ചു പോയി അത് ചെയ്യാം. കാരണം കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഘമല്ലല്ലോ, കുറഞ്ഞ ആളുകൾ കൂടിയൊരു സംഘമാണ്. അപ്പോൾ അവരെ നേരിടാൻ, അവരെ പിടിച്ചു കെട്ടാൻ എന്ത് ചെയ്താൽ മതി? കുറച്ച് ആളുകൾ പോയാൽ മതി. എന്നാൽ ഈ ഒരു വാർത്ത എന്ത് ചെയ്തു? അബൂ സുഫിയാൻ്റെ കാതിലെത്തി. അബൂ സുഫിയാൻ ലംലം എന്ന് പറയുന്ന എന്ത് ചെയ്തു? ഒരാളെ
മക്കയിലേക്ക് അയക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് അയച്ചത്? മക്കയിലെ പ്രമാണിമാരായ അബൂജഹലടക്കമുള്ള മുശ്രിക്കീങ്ങളിലേക്ക് ഈ വിവരം എത്തിക്കാൻ, മുഹമ്മദും സംഘവും ഞങ്ങളുമായി പൊരുതാൻ കാത്തിരിക്കുന്നു എന്ന്, ഞങ്ങളെ പിടിച്ചു കെട്ടാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് കേൾക്കേണ്ട ബാധ അബൂജഹൽ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. മദീനയിൽ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാതെ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടരെയും കൊന്നുകളഞ്ഞേക്കുക, ഇല്ലാതെയാക്കുക, അതിന് തീരുമാനമെടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് വലിയൊരു സംഘം, 1000-ഓളം വരുന്ന ഒരു സംഘത്തെ എന്ത് ചെയ്തു? സജ്ജമാക്കി. ആയുധധാരികളായ, അതുപോലെ തന്നെ സർവ്വ സജ്ജീകരണങ്ങളോടും കൂടിയ അവരുടെ സൈന്യത്തിൻ്റെ വലിപ്പം പറയുന്നുണ്ട്. ഏകദേശം 1000-ഓളം പേരുണ്ടായിരുന്നു. 100 കുതിരകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ 700 ഒട്ടകങ്ങളുണ്ടായിരുന്നു. നമുക്ക് 700 ഒട്ടകങ്ങൾ ആ ഒരു സംഘത്തിലുണ്ട്. അവർക്ക് യാത്ര ചെയ്യാൻ ഉപയോഗപ്പെടുത്താനുള്ള, അത് ഭക്ഷണം കഴിക്കാൻ, അതുപോലെ മാംസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത് എല്ലാം കൂടി ചേർത്ത് 700 ഒട്ടകങ്ങൾ, 100-ഓളം വരുന്ന കുതിരകൾ, 1000-ഓളം വരുന്ന സർവായുധധാരികളായ സംഘം. നമുക്ക് ആലോചിച്ച് നോക്കി, എല്ലാ സാധന സാമഗ്രികളും ഉണ്ട് അവരുടെ കയ്യിൽ. ഇപ്പുറത്തോ ഇനി ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാതിലെത്തി, മക്കയിലെ മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യാൻ വരുന്നുണ്ട്? നമ്മളോട് എതിരിടാൻ, നമ്മളോട് യുദ്ധത്തിന് വരുന്നുണ്ട് എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി. നബി തങ്ങൾ മൗനമായിരിക്കുകയാണ്. സ്വഹാബത്ത് കിറാം റളിയല്ലാഹു അൻഹും പറയാൻ, നബി തങ്ങളോട്, നബിയെ തങ്ങൾ വിഷമിക്കേണ്ട, മൂസാ നബി തൻ്റെ സമുദായത്തോട് അള്ളാഹുവിൻ്റെ പേരിൽ നിലകൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ, ഫിർഔനെതിരെ നിലകൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിയോട് തിരിച്ച് പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ, തിരിച്ച് പറഞ്ഞൊരു അന്ത വറബ്ബുക ഫഖാതില, നീയും നിൻ്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ എന്ന് മൂസാ നബിയുടെ സമുദായം ബനു ഇസ്രായേലുകാർ പറഞ്ഞതുപോലെ നബിയെ തങ്ങളോട് ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല. ഞങ്ങൾ തങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ ഇന്നാ മഅക്, ഞങ്ങളിതാ തങ്ങളുടെ കൂടെയുണ്ട്, നഹ്നു മഅക്, തങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ബേജാറാണ്ട് നബിയെ, നമ്മൾ എന്തു വന്നാലും നമ്മൾ നേരിടും. ഹബീബായ നബി തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കേവലം 313 പരം വരുന്ന സ്വഹാബത്ത് മാത്ര, സാധുക്കളായവർ. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, കേവലം 2 കുതിരകൾ മാത്രമാണ്. എതിർപക്ഷത്ത് 100 കുതിരകളുള്ളിടത്ത് ഇവിടെ ഏകദേശം 2 കുതിരകൾ മാത്രം, 2 കുതിരകൾ, അതുപോലെ തന്നെ 70 ഒട്ടകങ്ങൾ മാത്രം. ഈ സംഘം എന്ത് ചെയ്ത്? പൊട്ടിപ്പൊളിഞ്ഞ വാളും നല്ലൊരു പരിചയമില്ലാതെ, പടക്കോപ്പുകളൊന്നുമില്ലാതെയാണ് ഈ 1000-ഓളം വരുന്ന സൈന്യത്തെ നേരിടാൻ നിൽക്കുന്നത്. അവരുടെ ഈമാനിൻ്റെ കരുത്താണ്, അവരുടെ ഈമാനിൻ്റെ ഹിമ്മത്താണ് അവിടെ കണ്ടത്. ഒന്നാലോചിച്ച് നോക്കിയേ, അവരാരെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണെങ്കിൽ എന്ത്, നമ്മളെങ്ങനെയാണ് ഈ 1000-ഓളം വരുന്ന സംഘത്തെ നേരിടുക? തല പോകുമെന്നുള്ള ഉറപ്പല്ലേ? കാരണം ഒരു വെട്ട് വന്നാൽ, വാളും കൊണ്ട് ഒരാൾ വെട്ടാൻ വന്നു കഴിഞ്ഞാൽ ആ വെട്ടിനെ എതിർത്ത് നിൽക്കാനുള്ള ഒരു സാധനവും നമ്മളുടെ കയ്യിലില്ല. ഇനിയൊന്ന് സ്പീഡിൽ യാത്ര ചെയ്യണമെങ്കിൽ നല്ലൊരു കുതിര നമ്മളുടെ കയ്യിലില്ല, ഒട്ടകങ്ങളില്ല. ഇതൊന്നുമില്ലാതെ നമ്മളെങ്ങനെയാണ് ഇവർക്കെതിരെ നിൽക്കുക എന്ന് ആരെങ്കിലുമൊക്കെ പിന്തിരിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ, പിന്തിരിപ്പിക്കാൻ മുനാഫിക്കീങ്ങൾ വന്നു, അവർക്ക് കൊടുത്ത മറുപടിയും വിശുദ്ധ ഖുർആൻ പറയേണ്ടത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അവിടെ ഹിമ്മത്തോടു കൂടി നമ്മൾ നേരിടും. കാരണം എന്താ? റബ്ബ് നമ്മളുടെ കൂടെ ഉണ്ടല്ലോ. ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ മുസ്ലിം സമുദായത്തെ നയിച്ചത്, സ്വഹാബത്തിനെ നയിച്ചത് മുത്തുനബി തങ്ങളാണ് നേരിട്ട് ബദറിൽ പങ്കെടുത്തത്. അതുപോലെ അബൂജഹലാണ് എതിർ സംഘത്തിൻ്റെ നേതാവായിട്ടുണ്ടായിരുന്നത്. യുദ്ധത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ നമുക്ക് കാണാം. ഹബീബായ നബി തങ്ങൾ യുദ്ധമുഖത്ത് ഏറെ ദുആ ചെയ്യുകയാണ്. ബദറിൻ്റെ തലേന്ന് ഹബീബായ നബി തങ്ങൾ കൈകൾ ഉയർത്തു ദുആ ഇറക്കുകയാണ്. അല്ലാഹുവേ, ഈ ചെറു സംഘം നിൻ്റെ ദീനിന് വേണ്ടിയിട്ട് അവരുടെ മജ്ജയും മാംസവും ഒക്കെ ഇത്ര ത്യാഗം സഹിക്കാൻ തയ്യാറായ ഒരു സംഘം, ഇവരെങ്ങാനും രക്ഷപ്പെട്ടാൽ, ഇവർ ഈ വലിയ സംഘത്തെ പരാജയപ്പെടുത്തിയാൽ ദീൻ ഇവിടെ നിലനിന്ന് കിട്ടും. അല്ലാഹ്, ഈ സംഘമെങ്ങാനും പരാജയപ്പെട്ടു പോയാൽ, ഇവരിവിടെ നശിച്ചു പോയാൽ നിൻ്റെ ദീൻ തന്നെ ഈ ഭൂമിയിലില്ലാതെയായി പോകും അല്ലാഹ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ചെറു സംഘത്തെ നീ വിജയിപ്പിക്കണേ റബ്ബേ എന്ന് മുത്തുനബി തങ്ങൾ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കാണ് ഇവിടെ ബദറിൻ്റെ യുദ്ധമുഖത്ത്. അങ്ങനെ ആദ്യം എന്ത് ചെയ്തു? ഒറ്റയാൾ പോരാട്ടം നടത്തി. അതായത് ഇരുപക്ഷത്തു നിന്നും ഓരോരുത്തരായിട്ടുള്ള യുദ്ധം നടന്നു. അങ്ങനെ 3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൻ്റെ ഭാഗത്തു നിന്നും, 3 ആളുകൾ എവിടെ നിന്നും? ഈ ശത്രുപക്ഷത്തു നിന്നും വന്നു. അങ്ങനെ 3 ആളും എന്ത് ചെയ്തു? ശത്രുപക്ഷത്തുള്ള 3 ആളും വധിക്കപ്പെടുകയുണ്ടായി. ആ 3 ആളുകളിൽ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വഹാബിക്ക് വെട്ടേറ്റു, ചെറിയൊരു പരിക്കേറ്റു. ബാക്കിയുള്ള 3 ആളുകളെ, ഇപ്പുറത്തുള്ളവരെ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. മുഅ്മിനീങ്ങൾ സേഫായി. പക്ഷേ യുദ്ധത്തിൻ്റെ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട്
ശത്രുക്കൾ ആരിലേക്ക് ഇരച്ചു കയറി? ഈ മുഅ്മിനീങ്ങളായ സ്വഹാബത്തിനിടയിലേക്ക് ഇരച്ചു കയറി യുദ്ധം കൊടുമ്പിന് കൊള്ളൂ. ഈ സമയത്താണ് യജമാനനായ റബ്ബിൻ്റെ വലിയ ഔദാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്നും മാലാഖമാരെ ഭൂമിയിലേക്ക് അയച്ചത്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വ അൻതും അദില്ല. അള്ളാഹുവിൻ്റെ സഹായമുണ്ടായല്ലോ. അള്ളാഹു ആ ബദറിൽ സഹായം ചെയ്തു കൊടുത്തല്ലോ. എന്താണ് ഇറക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മിനൽ മലായികത്തി 5000 5000 മലക്കുകളെ ഇറക്കി. 1000 പടയാളികൾക്ക് വേണ്ടി 5000 മലക്കുകൾ. 3000 നിന്ന് മറ്റൊരിടത്തുണ്ട് 3000 പടയാളികളെ ഇറക്കി. അത് 3 ഇരട്ടി വലിപ്പത്തിൽ എന്ത് ചെയ്തു? മലക്കുകൾ ഇറക്കി. ഒരു മനുഷ്യനെ മലക്ക് നേരിട ഒരാൾ മതിയല്ലോ ഇവരെല്ലാവരും കൂടെ തൂത്തുവാരി കളയാൻ. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ചിറകിൻ്റെ വലിപ്പം തന്നെ 7 ആകാശഭൂമികൾക്കിടയിൽ വിശാലതയുണ്ട് എന്ന് നബി തങ്ങളുടെ ഹദീസിൽ കാണാം. അത്തരത്തിലുള്ള എത്രയോ മലക്കുകളാണ് ഇറങ്ങിയത്. അപ്പോൾ യുദ്ധമുഖത്ത് നടന്ന സംഭവങ്ങൾ സ്വഹാബത്ത് വിവരിക്കുന്നുണ്ട്. പിന്നീട് യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. എല്ലായിടത്തും ഇങ്ങനെ പൊടിപടലങ്ങൾ ഇങ്ങനെ പാറിപ്പറക്കുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചില ആളുകൾ പാറിപ്പോകുന്നുണ്ട്. ചില ആളുകൾ ഇങ്ങനെ എടുത്തെറിയപ്പെടുന്നുണ്ട്. ആരാണ് എറിയുന്നത് എന്ന് കാണുന്നില്ല. ആരാണ് ഇവരെ എടുത്തെറിയുന്നത് എന്ന് കാണുന്നില്ല. ശത്രുക്കൾ ഇങ്ങനെ പാറി നടക്കുക. എന്ത് ചെയ്യുക? ഇവിടുന്ന് എടുത്തെറിയുക, അവിടുന്ന് എടുത്തെറിയുക. ശത്രുക്കൾ പാറി നടക്കുന്നുണ്ട്. ആരാണ് ഇവരെ എറിയുന്നത് എന്ന് കാണുന്നില്ല എന്ന്. അങ്ങനെ ആ യുദ്ധത്തിൽ ഏകദേശം വരുന്ന മുഅ്മിനീങ്ങളിൽ 14 ആളുകളാണ് ശുഹദാക്കളായത്. 14 ആളുകൾ ബദറിൽ ഷഹീദായവർ. എത്ര പവറുള്ളവരാണ്! പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി നടന്ന ആദ്യ പോരാട്ടം, പ്രതിരോധ സമരം. ഈ സമരത്തിൽ ആദ്യമായി ഷഹീദായത് ഈ 14 സ്വഹാബത്താണ്. എന്നാൽ ഖുറൈശി സംഘത്തിൽ നിന്നും 70ഓളം വരുന്ന ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. 70ഓളം വരുന്ന ആളുകൾ തടവുകാരായി പിടിക്കപ്പെടുകയുണ്ടായി. ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് ഓടുകയുണ്ടായി. എല്ലാവരും ഓടിപ്പോയി. ബദറിൽ വല്ലാത്ത ക്ഷീണമേറ്റു. എന്നാൽ അതിലൊക്കെ അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചിരുന്ന, കളിയാക്കിയിരുന്ന, നബി തങ്ങളെയും മുഅ്മിനീങ്ങളെയും വല്ലാതെ ഉപദ്രവിച്ചിരുന്ന അബൂജഹൽ എന്ന കാട്ടാളൻ, അവരുടെ നേതാവ്, ആ ബദർ യുദ്ധത്തിൽ താറുമാറായിപ്പോയി. അയാളുടെ തല പോവുകയുണ്ടായി. ആ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. നോക്കുകൾ, നിസാരനായി കൊല്ലപ്പെടുകയുണ്ടായി. പരിശുദ്ധ ഇസ്ലാമിന് അള്ളാഹു കൊടുത്തൊരു ഇസ്സത്താണ് ഈ ഒരു ദിനത്തിൽ. ഈ ബദറിൻ്റെ ഇതിപ്പോൾ ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഈ ഒരു ചരിത്രം പറഞ്ഞത്. വിശാലമായ ചരിത്രമാണ്. ഇതിൻ്റെ ഓരോ സെക്കൻഡുകളെയും മഹത്തുക്കൾ വിവരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആരാണ് ആദ്യം വന്നത്, ആരാണ് രണ്ടാമത് വന്നത്, എങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ നടന്നത് എന്നുള്ളത് എല്ലാം കൃത്യമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ബറക്കത്തോട് നമ്മെ നന്നാക്കി തരുമ്പോൾ നമ്മളൊന്ന് പഠിക്കണം, ബദർ മനസ്സിലാക്കണം. ബദർ കേവലം യുദ്ധമല്ല, അതൊരു നിലനിൽപ്പിൻ്റെ പോരാട്ട സമരമായിരുന്നു. കേവലം യുദ്ധം ചെയ്ത് വിജയിച്ച ഒരു മതമല്ല പരിശുദ്ധമായ ഇസ്ലാം. യുദ്ധം കൊണ്ട് പിടിച്ചു നിന്ന മതമല്ല, മറിച്ച് പ്രതിരോധങ്ങളെ കൊണ്ട് പിടിച്ചു നിന്നതാണ്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നതിൻ്റെ പേരിൽ മാത്രമാണ് ആ ഒരു യുദ്ധം നടന്നത്. അല്ലായിരുന്നുവെങ്കിൽ മുഅ്മിനീങ്ങൾ അവരുടെ സമ്പത്ത്, അവരുടെ അവകാശം വാങ്ങിപ്പോകലല്ലാതെ അവിടെ ഒരു യുദ്ധം നടക്കുകയില്ലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ബറക്കത്തിന് വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹു നമുക്ക് ഇനിയും കേൾക്കാൻ ഭാഗ്യം നൽകുമാറട്ടെ. ഇൻഷാ അല്ലാഹ് വൈകുന്നേരം നമുക്ക് ബദറിൻ്റെ ദുആ, ബദരീങ്ങൾ ചൊല്ലിയിരുന്ന ദുആ ഒന്ന് ചൊല്ലണം. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.